ഒരു 20 വർഷം മുന്നേ, ശരിക്കും പറയുകയാണെങ്കിൽ 20 വർഷം 1 മാസവും മുന്നേ, ഒരു ദിവസം 2 ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ ആൾക്കാർ ദുബൈൻ്റെ മണ്ണിൽ വന്നിറങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ഓഫീസിനകത്ത് തമ്മിൽ പരിചയമില്ലാതെ കണ്ട് ഇന്ന് 20 വർഷത്തെ സൗഹൃദമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഫസ്ലു എന്ന ന്യൂസ് റീഡർ ഇന്ത്യ വിഷൻ എന്ന് മാറി ഹിറ്റ് എഫ് എമ്മിൽ ഫസ്ലുവിൻ്റെ ന്യൂസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഹരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന ആ ലെവലിലേക്ക് എത്തുന്ന ആ സമയത്തും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് എനിക്കെന്തോ ഇന്നലെ കണ്ടതുപോലെയുണ്ട്. ഈ 6 വർഷവും 7 വർഷവും അല്ലെങ്കിൽ 10 വർഷം 20 വർഷം ഒന്നുമല്ല, ഇന്നലെ കണ്ടു, ഇന്നലെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് ഇപ്പോൾ കാണുന്ന പോലെ ഉണ്ട്. എന്തായിരുന്നു ദുബായ് എക്സ്പീരിയൻസ്? എൻ്റെ ദുബായ് എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ എപ്പോഴും ഈ അംനേഷ്യ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിമെൻഷ്യ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് നഷ്ടമാവുന്നത് ഏറ്റവും നമ്മുടെ ഫേസ്റ്റ് മെമ്മറീസ് ആയിരിക്കും. റീസെൻ്റ് ആയിട്ടുള്ള എല്ലാം ഇങ്ങനെ എറേസ് ലാസ്റ്റാണ് പോകുന്നത്. ദുബായിലേക്ക് ഞാൻ വന്ന് കാല് കുത്തിയിട്ട് ആദ്യം കാണുന്ന മുഖങ്ങളിലൊന്ന് ക്രിസിൻ്റെത്. ആ മുഖം മാറി അതും ഇല്ല എന്നാൽ പോലും, കാരണം നമ്മുടെ മനസ്സിലുള്ള മുഖമാണല്ലോ അതിപ്പം. നമുക്ക് കാരണം ഏജിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഒരാൾക്ക് മാത്രമല്ലോ, എൻ്റെ കൂടെ, കാരണം ബസ്സിലുള്ള എൻ്റെ കൂടെ തന്നെ വരുന്ന പാസഞ്ചേഴ്സ് അവിടുന്ന് ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിക്കഴിയുമ്പോഴും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ദൂരം മാറിയത് ഞാൻ അറിയില്ലല്ലോ എന്നപോലെയാണല്ലോ ക്രിസ്. അപ്പോൾ അന്ന്, കാരണം ഞാനിവിടെ വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പുകിലുകളൊക്കെ ക്രിസ്റ്റിന് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് വരുന്നു, കാരണം എന്നെ മിസ്സായി പോകുന്നു, എനിക്ക് വിളിക്കാൻ അറിയില്ല, സ്ഥലങ്ങളറിയില്ല, ഇതെല്ലാം കഴിഞ്ഞ് നടന്ന് രാത്രി എത്തി, റൂമിലെത്തി. ഞാൻ 4 പോയിന്റ് ഷെറാട്ടൺ, അവിടെ ഞാൻ ആ റൂമിലങ്ങ് ലോക്ക് ചെയ്ത് പിന്നീട് വാതിൽ തട്ടി തുറക്കുമ്പം ഞാൻ കാണുന്ന 4 മുഖങ്ങളിൽ ഒരു മുഖം. അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ട് തുടങ്ങിയാണ്. പിന്നെ മാത്രമല്ല, ദുബായിലേക്ക് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു 20 വർഷമോ ഒക്കെ ഒരു ദൈവാധീനം കൊണ്ട് ഇങ്ങനെ 20 വർഷം എത്തി. ഇതൊന്നും പ്ലാൻ ചെയ്ത് വന്നതേ ആയിരുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ ഇന്ത്യ വിഷനിൽ റെസിഗ്നേഷൻ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് ബ്യൂറോ ചീഫിനോട് മാത്രം പറഞ്ഞു എനിക്ക് ദുബായിലൊരു ജോലി കിട്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 വീക്സ് ഞാൻ നോക്കും, ചിലപ്പോൾ ഒരു മാസം ഇതിനുള്ളിൽ സെറ്റ് ആയിട്ടില്ലാന്നെങ്കിൽ തിരിച്ചു തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ 2 വീക്സിൻ്റെ ലീവ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ഈ FM-നൊക്കെ ആണെങ്കിലും ഓക്കെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇവിടെ വന്ന് ആ സമയത്ത് എനിക്കെന്താ റേഡിയോ എന്നറിയില്ല. പിന്നെയും നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരേ ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു ക്രിസ് അങ്ങ് കോർണറിലാണ് താമസിക്കുന്നത്, ഞാൻ ഈ കോർണറിലാണ് താമസിക്കുന്നത്. ഒരേ ഹോട്ടലിൽ ഒരേ ലോബിയിൽ ഒരേ ഫ്ലോറിൽ നിന്ന് താമസം തുടങ്ങി ഒന്നിച്ചു. അപ്പം ദുബായ് കണ്ട ഒരു വ്യക്തി നമ്മളെ കൂട്ടത്തിലുള്ളത് ക്രിസ് മാത്രമാണ്. എനിക്ക് ദുബായെ കുറിച്ച് അറിയാം, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. അവിടെ ഈ അബ്ര, ക്രീക്ക്, ബർദുബായ്, ഖരാമ, ഇതൊക്കെ ക്രിസ് ഇങ്ങനെ പറയുമ്പോഴല്ലോ നമുക്കൊരു വല്ലാത്ത ആരാധനയാണ്. കാരണം നമുക്ക് ആകെ ഈ 4 പോയിന്റ് ഷെറാട്ടൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീഡിയ സിറ്റി മാത്രമേ അറിയുള്ളൂ, അതിൻ്റെ ഇടയിൽ ഒന്നും അറിയില്ല. അപ്പോൾ ഈ സമയത്ത് ഈ സ്ഥലങ്ങൾ എന്താണെന്നുള്ളത് ദുബായിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്, ദുബായിൽ ഈ ഫലാഫിൽ, ഷവർമ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇതൊന്നും നമുക്ക് പിടുത്തല്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ദുബായി എന്താണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ദുബായ് ലൈഫ് ഇവിടെ വന്ന സമയത്ത് കുറച്ച് കംഫർട്ടബിൾ ആക്കിയതിൽ ക്രിസ് ഒരു വലിയ ഫാക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നീട് ക്രിസ് ഈ റേഡിയോ ഒരു പ്ലാറ്റ്ഫോം വിട്ട് പിന്നെ ടെലിവിഷനിലോട്ടും പിന്നെ സിനിമയിലോട്ടും പിന്നെ പുസ്തകരചനയിലോട്ടും കോടതിയിലോട്ടും ഇപ്പോൾ ക്രിസ് എവിടേക്കാണ് നല്ലത്? അല്ല, ഇപ്പം ക്രിസ് ഇപ്പം സത്യത്തിൽ ആരാ? നമ്മളിൽ ആരാ ഞാൻ ചോദിക്കുന്ന പോലെ അതൊരു ജേർണി ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബിക്കോസ് ഞാൻ ഇവിടെ വരുമ്പോൾ എൻജിനീയറിംഗ് ഡിഗ്രി മാറ്റി മീഡിയയിലേക്ക് തിരിയുന്നത് ഒരു ആഗ്രഹം കൊണ്ട്. ഇപ്പം വീട്ടിൽ പറഞ്ഞത് 3 വർഷം ഞാൻ ശ്രമിക്കാം, തോറ്റാ തിരിച്ചു വരും, എൻജിനീയറിംഗ് ജോലി എടുക്കും, എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുടരും. അപ്പം മീഡിയ വേണ്ട എന്ന് വീട്ടിൽ പറഞ്ഞ ആ ഒരു നിലയിൽ നിന്നും ദുബൈയിൽ വന്നതിന് ശേഷം ഹിറ്റ് FM, അതിനുശേഷം സിറ്റിയിലും കൂടെ ഷോ ചെയ്തു. അത് കഴിഞ്ഞ് ഹലോ FM-ലേക്ക് മാറി. അവിടെ നിന്ന് മലയാളം കഴിഞ്ഞു, ഹിന്ദി കഴിഞ്ഞു, തമിഴെത്തി, പിന്നെ തിരിച്ചു മലയാളത്തിലേക്ക് പോയി. അതെ. അതിനുശേഷം പ്രൊഡക്ഷനിലായിരുന്നു. അപ്പോൾ 6 ഭാഷകളിലായിട്ട് തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇടയ്ക്ക് ഉറുദു, തെലുഗു വോയിസ് ഓവർ ചെയ്തു തുടങ്ങി. പിന്നെ അതിനുശേഷം കന്നഡ ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ പല ഭാഷകളിൽ വോയിസ് ഓവറും പ്രൊഡക്ഷനും മാത്രമായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു. 2018 തിരിച്ച് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ MSc കംപ്ലീറ്റ് ചെയ്തു സൈക്കോളജിയിൽ, ഡിജിറ്റൽ ഫിൽം മേക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും യൂസ് ആവണം എന്ന് വെച്ച് 2018 മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആവുന്നതിൻ്റെ ഒരു പ്രോസസ്സിൽ ഹിപ്നോതെറാപ്പി പഠിക്കാൻ വേണ്ടി നാട്ടിൽ ചെന്ന് ഹിപ്നോതെറാപ്പി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേയധികം ആൾക്കാരെ മീറ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ തിരിച്ച് പിന്നെയും സീരിയലിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി, സിനിമകളുടെ ലോകത്തേക്ക് ഇറങ്ങി.
അങ്ങനെ ഇപ്പോൾ 24ഓളം സിനിമ കഴിഞ്ഞു, 22ഓളം സീരിയൽ കഴിഞ്ഞു, മെഗാ സീരിയലുകൾ ഇപ്പോഴും തുടരുന്നു. പത്തരമാറ്റിലെ മുത്തശ്ശനാകുന്നത് വരെ അതിന്റെ ആ മുത്തശ്ശനായി കഴിഞ്ഞിട്ട് കുറെ രസകരമായിട്ടുള്ള ലൈഫിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. ഈവൻ ഇപ്പൊ ക്രിസ്ത്യൻ അറിയാന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ അപ്പൊ നമുക്കാണെങ്കിൽ പറയാനും വേണ്ടിയാണ് നമ്മളെ കൊലീഗാണെന്നുള്ളത്. കാരണം ആ മുത്തശ്ശന്റെ ഏജ് ബ്രാക്കറ്റിൽ ഒരാളായിട്ടല്ലേ നമ്മളെയും കൂട്ടത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അതില് ക്രിസ് ഇത്രയും ചെറുപ്പം കമ്പയർ ടു ദാറ്റ് മുത്തശ്ശൻ, ക്രിസ് ഇത്രയും ചെറുപ്പാണെന്നുള്ള കാര്യം ഇപ്പൊ കുറച്ച് പേർക്ക് അറിയാം. ഈ ഫാൻസിനൊന്നും അത്ര കൂടുതൽ അറിഞ്ഞുകൊള്ളുന്നില്ല. ഇല്ല അവര് പ്രായമായിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ബിന്ദുമ എന്ന് തന്നെ ഞങ്ങൾ വിളിക്കുന്നത്. സീരിയലിലെ ടേക്ക് വരുമ്പോൾ മാത്രമാണ് വസുന്ധര എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബിന്ദുമ തന്നെയാണ്. എന്റെ അമ്മയെക്കാളും ഒരു വയസ്സ് ചേർന്നാണ്. അവരുടെ മൂത്ത മകൻ എന്നെക്കാളും ഒരു വയസ്സ് ഇളയതാണ്. അത്രയും പ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ എവിടെയോ ഈ നര കൊണ്ട് പ്രായം തോന്നിക്കുന്നത് ആ ഒരു നര മാത്രമല്ല, ഈ അഭിനയം എന്നല്ല, നര മാത്രമുള്ളത് ഇപ്പൊ എത്രയോ പേർക്ക് കിട്ടുമല്ലോ. ആ ഈ ഒരു ഇപ്പോഴുള്ള പ്രായത്തേക്കാൾ ഡബിൾ ആയിട്ടുള്ള ഒരു പ്രായത്തിലുള്ള ഒരു ക്യാരക്ടറിന് അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും അത് ആളുകളെ കൺവിൻസ് ചെയ്യും വേണം. ആ കൺവിൻസിങ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എൻ്റെ 2 മുത്തശ്ശന്മാരെയാണ് ഞാൻ മോഡൽ ചെയ്യുന്നത്. അതായത് ഞാൻ കണ്ടിട്ടുള്ള അമ്മയുടെ അച്ഛനെയും ഞാൻ കണ്ട വളരെ ഫെയിൻറ്റ് മെമ്മറിയുള്ള അച്ഛൻ്റെ അച്ഛനെയും. അപ്പോൾ ഇവർ പറയുന്നത് പലതും കേൾക്കുകയും ഇവരുടെ മാനറിസം, ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത്, അതും പിന്നെ ഒബ്സർവേഷൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴായാലും നാട്ടിലുള്ളപ്പോഴാണെങ്കിലും എല്ലായ്പ്പോഴും കാണുന്ന ആൾക്കാരിലുള്ള ഇങ്ങനെ വയസ്സായ ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് കണ്ടതായിരിക്കാം എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ സീരിയലൊക്കെ വരുന്നതിന് ഇടയ്ക്ക് തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്തു. കുറേയധികം പേഷ്യൻസിന് അവർക്ക് മെൻ്റൽ ഹെൽത്തിന് ഓരോ രീതിയിലുള്ള കൗൺസിലിംഗ് സർവീസസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചില പേഷ്യൻസിന് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് വക്കീലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒത്തിരി പൈസയാവുന്നു. അവർക്ക് ഒരു ലീഗൽ ഹെൽപ്പ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം എന്നറിയില്ല. ഇവിടെ റേഡിയോയിൽ ഉണ്ടായിരുന്ന സമയത്ത്, തമിഴ് റേഡിയോ ഉണ്ടായിരുന്ന സമയത്ത് ഇനിയൊരു വിധി സേവം എന്ന് പറഞ്ഞിട്ട് തമിഴ് റേഡിയോയിൽ ഒരു ഷോ ചെയ്തിരുന്നു, ഇനിയൊരു വിധി സേവം. അപ്പോൾ അത് അഡ്വക്കേറ്റ് ദേവാനന്ദ് മഹാദേവ എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹമായിരുന്നു കൺസൾട്ടൻറ്റ് അഡ്വക്കേറ്റ് ആയിട്ട് ഈ ലീഗൽ ഇഷ്യൂസിനെ മാത്രം ഹാൻഡിൽ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഏരിയയിൽ കുറേ ആൾക്കാർക്ക് ലീഗൽ ഇഷ്യൂസ് നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വക്കീലിനെ അപ്രോച്ച് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ കാലങ്ങളോളം കേസ് നീളും എന്നുള്ളൊരു പേടി. അതിൻ്റെ ഭാഗമായിട്ട് ഐ എൻറോൾഡ്. ഇങ്ങനെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ച് കോളേജിൽ ചെന്ന് ഈവനിങ് കോളേജിൽ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോടതിയിലൊക്കെ പോകും. ഉണ്ട്. സീരിയലിന്റെ കടയിൽ ഇതിനോട് സമയം കിട്ടുക, മാത്രമല്ല ക്ലയന്റിനുമായിട്ട് ആദ്യം ഒന്നിരുന്ന് സംസാരിച്ച് എന്താണെന്ന് പഠിച്ചു. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിൽ നമുക്ക് കോടതി പോവാതെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ LLM ചെയ്യുന്നതും ഈ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലാണ്. കോടതി പോവാതെ എങ്ങനെ നമുക്ക് കേസ് അവോയ്ഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊരു സൊല്യൂഷനിലെത്താം, അമിക്കബിൾ ആയിട്ട്. അതിന് ADR എന്ന് പറയും, ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയും. പണ്ട് കാലത്ത് പഞ്ചായത്തും ഉണ്ടാവും, രാജാവും ഉണ്ടാവും. ചെറിയ പ്രശ്നങ്ങളെല്ലാം പഞ്ചായത്തിൽ തന്നെ പറഞ്ഞു തീർത്ത് സംഭവം സോൾവ് ആവും. അവിടെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ കോർട്ടിലേക്ക്, രാജാവിന്റെ കോർട്ട് അല്ലെങ്കിൽ കോടതി, അത് അങ്ങനെയാണ് ഈ കോർട്ട് എന്ന് പറയുന്നത്. അത് ജുഡീഷ്യൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അതിന് നിയമാവലികൾ ഇപ്പോൾ നമ്മൾ BNSഉം BNSSഉം BNA ഒക്കെ ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അത് കോർട്ടിന്റെ റെസൊല്യൂഷൻ. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പഴയ പഞ്ചായത്തിന്റെ റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഷെഡ്യൂൾ ഇല്ലാത്ത സമയത്ത് ക്ലയൻസ് വിളിക്കുമ്പോൾ അവരെ ആദ്യം ഫോണിൽ സംസാരിച്ച് ഷെഡ്യൂൾ ഇല്ലാത്ത സമയത്ത് അപ്പോയിൻമെന്റ് കൊടുത്ത് പല കേസസും ഒന്നിൽ ലാൻഡ് ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയോ, ഡിവോഴ്സ് കേസിന് വരുന്നവരെ കഴിവതും ഡിവോഴ്സ് ചെയ്യിപ്പിക്കാതിരിക്കുകയും, ഇല്ല ഡിവോഴ്സ് വേണമെന്നുള്ള ആൾക്കാർക്ക് മ്യൂച്വൽ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 13B അനുസരിച്ച് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാമെന്നുള്ള ആ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ് എൻ്റെ സർവീസിൽ വരുന്നത്. അത് ആ ഒരു സർവീസ് വരുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സ്കെഡ്യൂൾ ഇല്ലാത്ത സമയം നോക്കിയിട്ട് വേണം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വരുന്നുണ്ട്, അതെന്തോ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രോബബ്ലി ഓവർ കോൾസ് മാത്രം. പിന്നെ കേസ് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴും റെപ്രസെന്റേറ്റീവ് വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ പോവുക. അപ്പോൾ വെരി സൂൺ ഒരു ലീഗൽ ഫേമും വരുന്നുണ്ട്, അവിടെ റെപ്രസെന്റേറ്റീവ് വക്കീലന്മാരുണ്ടാവും. അപ്പോൾ കേസ് എടുത്താൽ പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചില്ല, ഇപ്പൊ നമ്മൾ ക്യാമറയുടെ മിസ്റ്റർ റൌഫാണ്, പുള്ളിനോട് ക്രിസ് സംസാരിക്കുന്നത് തമിഴിലാണ്. ഇനിയിപ്പം ബാക്കി കുറച്ച് പേരെ കണ്ട സമയത്ത് ഇപ്പം ഹിന്ദിയിലാണെങ്കിലും എത്ര ഭാഷകൾ, ഇതെങ്ങനെ ഈ ഭാഷകള്? പ്രോബബ്ലി അമ്മയുടെ ഇതായിരിക്കാം. അമ്മ പെട്ടെന്ന് ഭാഷ പഠിക്കുന്ന ഒരാളാണ്. ഭാഷയോട് താല്പര്യം തോന്നാനുള്ള റീസൺ അമ്മ കന്നഡം നന്നായിട്ട് സംസാരിക്കാറ്. കാരണം ബാംഗ്ലൂരിൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ കന്നഡം പഠിച്ചു. അച്ഛൻ ഇപ്പോഴും കന്നഡ ജോലി ചെയ്ത അച്ഛനാണ്, പക്ഷെ ഭാഷ പഠിച്ച അമ്മയാണ്. അപ്പൊ അമ്മ ഹിന്ദി സംസാരിക്കും, കാരണം അടുത്ത വീട്ടിലെ സരോജിനി എന്ന് പറഞ്ഞ അതും ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. അപ്പൊ ഹിന്ദി പഠിച്ചു.
അപ്പൊ കന്നഡയും ഹിന്ദിയും ഒക്കെ ക്രിസിനെ സംബന്ധിച്ചിടത്തോളം മദർ ടങ് ആണ്, അമ്മയുടെ ഭാഷയാണ്. പിന്നെ എന്റെ അമ്മ അമേരിക്കൻ ആണല്ലോ. കാരണം ചേച്ചീനെ നോക്കാൻ വേണ്ടിട്ട് അമേരിക്കയിൽ പോയി അവിടുത്തെ സിറ്റിസൺ ആയി. ഇപ്പൊ അമേരിക്കൻ പാസ്പോർട്ടുള്ള അമേരിക്കക്കാരിയാണ്. അപ്പൊ പിന്നെ ഇംഗ്ലീഷും എനിക്ക് പ്രശ്നമില്ല. അപ്പൊ തമിഴ് മദർ ടങ് ആണ്. മലയാളം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിന്റെ ഭാഷ. പിന്നെ ഇവിടെ വന്നപ്പം കുറച്ചൊക്കെ അറബിക്കും കുറച്ചൊക്കെ തഗാലോഗും, പിന്നെ ഷോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പാനിഷും തെലുങ്കും കന്നഡയും ഇപ്പൊ സിനിമകളും ആഡ്സും ചെയ്യുന്ന കാരണം അങ്ങനെ ഭാഷയും അങ്ങനെ പോകുന്നു. അപ്പൊ അതില് ഞാൻ കണ്ടൊരു ഇഷ്യൂ, ഇപ്പൊ ഫസ്ലു നേരത്തെ സംസാരിക്കുമ്പോൾ വോയിസ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് ഇല്ലാതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം നമ്മൾ 2004 റേഡിയോ എന്താണെന്ന് അറിയില്ല, പിന്നല്ലേ ബാക്കി മൈക്ക് എന്താണ്, മൈക്കിൻ്റെ എക്യുപ്മെൻ്റ് എന്താണ്, എങ്ങനെ ഉറക്കം സംസാരിക്കണോ പതിയെ സംസാരിക്കണോ, ശബ്ദം ഇപ്പം ഇതൊന്നും പറഞ്ഞു തരാൻ കൃത്യമായിട്ടുള്ളൊരു കോഴ്സൊന്നും അവൈലബിൾ ആയിരുന്നു. നമ്മൾ ജോലി കയറി പിന്നെയാണ് നമ്മളുടെ ജോലി പഠിക്കുന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ അന്നത്തെ സമയത്തൊക്കെ ഇതുപോലുള്ള ഒരു വോയിസ് ട്രെയിനേഴ്സും അതുപോലെ തന്നെ മോഡുലേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതെന്താ ഇപ്പം എങ്ങനെയാണ് ഇതിവിടെ ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത്? ഞാൻ റേഡിയോൻ്റെ എൻ്റെ 16 വർഷത്തെ കാലം വോയിസ് ഓവറോ കമേഴ്ഷ്യൽ വോയിസ് ആർട്ടിസ്റ്റോ റേഡിയോ ജോക്കിയോ അങ്ങനെയൊക്കെ ഇപ്പോഴും ഒരു പാർട്ട് ഓഫ് റേഡിയോ തന്നെയാണ്. കാരണം ഏതാണ്ട് എല്ലാ റേഡിയോസ് തുറക്കുന്ന സമയത്തും ക്രിസിന്റെ ശബ്ദം ഏതെങ്കിലുമൊക്കെ ഒരു അഡ്വർടൈസ്മെന്റിലും കമേഴ്ഷ്യലിലും സ്റ്റേഷൻ ഐഡിയിലും ഒക്കെ തന്നെ കേൾക്കാൻ പറ്റലുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഞാൻ പഠിച്ചൊരു വിദ്യ അത് എന്നെ കൊണ്ട് നിന്ന് പോകരുത്. ഇത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ തന്നെ ബോക്സ് പോപ്പുലർ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പല കോഴ്സസിനെ കുറിച്ച് അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഇത് പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ട് ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഞാൻ വോയിസ് ആർട്ടിസ്റ്റ് ആണ്, ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണി പോകും. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വോയിസ് ഒരിക്കലും ഒരു നമുക്കൊരു IT ഇൻഡസ്ട്രിയിൽ വോയിസ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇത് പറ്റില്ല. കാരണം മിമിക്രി ചെയ്യുന്ന ആർക്കും തുറക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ വോയിസ് യൂണീക്കാണ്, എനിക്ക് കിട്ടേണ്ട വർക്ക് എനിക്ക് കിട്ടുള്ളൂ, വേറൊരാളുടെ ശബ്ദമാണെങ്കിൽ വേറൊരാൾക്ക്. ഇപ്പൊ ഞാൻ എത്രയൊക്കെ ക്രിസിന്റെ മോഡുലേഷൻ പഠിച്ചു കഴിഞ്ഞാലും എനിക്ക് ക്രിസാൻ പറ്റില്ല. കാരണം ഫസ്ലുവിന്റെ ശബ്ദത്തിൽ മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരിക്കലും ഫസ്ലു ആവാൻ പറ്റില്ല. അതെ, കാരണം ഞാനും കുറച്ച് ന്യൂസും ചെയ്തിരുന്നു. എനിക്കറിയാം എനിക്ക് ന്യൂസ് റീഡർ ആവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ നുവാൻസസ് എന്താണ്, വോയിസ് എങ്ങനെയാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യാം, മൈക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നു. ഈ സിസ്റ്റം കൊണ്ടുവരുന്നതിലൂടെ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്, അതായത് ഒരു 3 വർഷ കാലഘട്ടം കൊണ്ട് 160 ഭാഷയിൽ മിനിമം 1 മില്യൺ വോയിസ് ആർട്ടിസ്റ്റ് ലോകം മുഴുവൻ. ഇപ്പോൾ USA, മെഡഗാസ്കർ, റഷ്യ, ജപ്പാൻ, ഇന്തോനേഷ്യ, ഇന്ത്യയിലുള്ള പല ഭാഗങ്ങൾ, UAE, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സിനെ റെഡിയാക്കി അവർ ട്രെയിനിങ് ചെയ്യുന്നു. 200ഓളം ബാച്ചുകൾ കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ഗ്രോയിങ് നൗ. ഇപ്പോൾ പേഴ്സണലി അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഫ്രം ടൈം ടു ടൈം പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്ത് അവർക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇത് നമ്മുടെ കാലത്ത് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് വളരെ സീക്രട്ടീവായിട്ട് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു, ഒരുപക്ഷെ അഫോർഡബിളും ആയിട്ടുണ്ടാവില്ല. ഇപ്പോഴും പല സ്ഥലത്തും ചെയ്യുന്ന കോഴ്സസ്, ഞാൻ ചോദിച്ചു വന്ന കോഴ്സസ് ഒന്നും അഫോർഡബിൾ അല്ല. ഞാൻ ഹിറ്റിലുണ്ടായിരുന്ന സമയത്ത് ഒരു വോയിസ് കൺസൾട്ടന്റിനെ UK ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം ആ സമയത്തായിരുന്നു സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനറായിട്ട് ഞാൻ പോയതും അത് പഠിച്ചതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വോയിസ് കൺസൾട്ടൻ്റ് അടുത്ത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം മണിക്കൂറിന് 250 പൗണ്ട് വാങ്ങിക്കുന്ന UK വോയിസ് ട്രെയിനേഴ്സ് മാത്രമേ ഉള്ളൂ. അവരും 1 മണിക്കൂർ കഴിഞ്ഞാൽ അവർ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ആർക്കും ഇത് അപ്രോച്ചബിൾ അല്ല. മലയാളം പോലൊരു ഭാഷ അല്ലെങ്കിൽ തമിഴ് പോലത്തെ ഒരു ഭാഷയിൽ ഒരാൾക്ക് ട്രെയിനിങ് വേണം എന്നുണ്ടെങ്കിൽ എവിടെയും പോകാൻ പറ്റില്ല. കാരണം 250 പൗണ്ട് എന്ന് പറയുമ്പം അത്രത്തോളം വാല്യൂ ആയി. ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആ കോഴ്സ് അതെന്താണോ ഈ 16 വർഷം കൊണ്ട് ഞാൻ എന്താണോ പഠിച്ചത് അതാണ് കോഴ്സാക്കി മാറ്റിയത്. ആദ്യം ഡോക്യുമെൻ്ററി വോയിസ് ഓവറും കമേഴ്ഷ്യൽ വോയിസ് ഓവറും ചെയ്തു തുടങ്ങിയ ഞാൻ റേഡിയോയിൽ വന്ന് ടെലിവിഷൻ ലൈവും ചെയ്ത് കമൻട്രിയും ഡബിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്തത്. ഈ നല്ല വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഇപ്പം ക്രിസിൻ്റെ ശബ്ദം കുറച്ച് ഗാംഭീര്യമുള്ള ശബ്ദം, എൻ്റെ അത്ര ഗാംഭീര്യമുള്ളതല്ല. ഇപ്പം നമ്മളിപ്പോൾ ദാസേട്ടൻ്റെ ഒക്കെയാണ് ഇപ്പോൾ ഒരു ഗാംഭീര്യമുള്ള, നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന KK അതൊക്കെ വളരെ ഘനഗാംഭീര്യമുള്ള ശബ്ദമാണല്ലോ. അങ്ങനെ വേണോ? നിർബന്ധമില്ല. കാരണം എസ് ജാനകി ഘനഗാംഭീര്യത്തോടെ പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് എസ് ജാനകി ആവില്ല. ഓരോ വോയിസും അതിൻ്റെ ടെക്സ്ചറിനൊരു ഭംഗിയുണ്ട്. ഫസ്ലു വായിക്കുന്ന ന്യൂസ് ഫസ്ലുവിൻ്റെ അതേ സ്റ്റൈലിൽ ഇപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം
ഉച്ചയ്ക്ക് ന്യൂസ് വായിച്ച എനിക്ക് ഓർമ്മയുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ഉച്ചയ്ക്ക് ന്യൂസ് വായിക്കുന്ന ആ ന്യൂസ് കേൾക്കാൻ വേണ്ടി ആൾക്കാർ താല്പര്യപ്പെട്ട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വായിക്കുന്ന സ്റ്റെഫിദാസ് കൊള്ളാം. അപ്പോൾ സ്റ്റേ വിത്ത് അസ് എന്നുള്ളത് സ്റ്റെഫിദാസ് എന്ന് കേട്ട ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പേരിലല്ല, അവർ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ശബ്ദമാണ്. അപ്പോൾ ശബ്ദത്തിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗാംഭീര്യമല്ല, അതിനൊരു ഭംഗി കൂടും. ഇപ്പോൾ ഇരുമ്പിന് വെയിറ്റ് കൂടുതലാണ്, അതേ വെയിറ്റിൽ ഗോൾഡ് അല്ല, ഗോൾഡ് വേറെയാണ്, ഇരുമ്പ് വേറെയാണ്, രണ്ടും വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഗാംഭീര്യമുള്ള ശബ്ദം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നല്ലതാണ്, ബാക്കിയുള്ള സമയത്ത് മറ്റ് ശബ്ദങ്ങളും മോശമല്ല. പോളിഷ് ആണെങ്കിൽ അതെല്ലാം എല്ലാം തിളങ്ങും. അതെ, ഇതെല്ലാം പ്രഷ്യസ് സ്റ്റോൺസ് ആണ്, എല്ലാത്തിനെയും പോളിഷ് ചെയ്യാം, എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വോയിസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ബ്രീതിങ് കറക്റ്റ് ചെയ്യുക, അധികം നിലവിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോയിസിനെ കുറച്ച് കാലം കൂടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും ഇപ്പോൾ ചൂടുവെള്ളം മാത്രമേ കുടിക്കാവൂന്നോ, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കാനേ പാടില്ലെന്നോ, ഐസ്ക്രീം കഴിക്കാൻ പാടില്ലെന്നോ ഒന്നും ഞാൻ പറയാറില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യണമെന്നും പറയാറുണ്ട്. അതാണ് ശരിക്കും ആ കോഴ്സിന് ഡിഫൈൻ ചെയ്യാൻ കാരണം അതാണ്. സ്പെസിഫിക്കലി ഇപ്പോൾ ഫസ്ലുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇത്രയും കാലം ന്യൂസ് വായിക്കുന്നതിനിടയ്ക്ക് ഇത് ഈ വോയിസിൻ്റെ ലോകത്തുനിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് 2004 ഉണ്ടായിരുന്ന അത്രയും പ്രശ്നങ്ങളാണോ എന്നുള്ളത്? ഇന്ന് പ്രശ്നങ്ങൾ കൂടിയതുപോലെ തോന്നുന്നു. ന്യൂസ് കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളത് പോലെ തോന്നുന്നു. അല്ല, ലോകത്തിൽ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് നടക്കുന്ന ദിവസങ്ങളിൽ അതൊന്നും ഒരു ഹെഡ്ലൈൻ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് പല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്ന ആ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഇഷ്യൂസ് മാത്രമാണ് നമ്മളെപ്പോഴും ഹെഡ്ലൈനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ന്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, അയ്യോ ലോകത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് ഇത്രയും സമയത്ത് നമ്മൾ വന്ന കഥകൾ പറഞ്ഞു, ഇതിൻ്റെ ക്രിസിൻ്റെ കഥകൾ, മുത്തശ്ശനായതും അതുപോലെ വോയിസ് ഔട്ട് ആർട്ടിസ്റ്റൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊന്നുമില്ല. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ന്യൂസ് ചാനലൊന്ന് ഓൺ ചെയ്ത് നോക്കും, അപ്പോഴാണ് വിചാരിക്കുക, ഷടാ ഇവിടെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ എന്നും അതേ രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് ഇപ്പം ന്യൂസ് ചാനലും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളതും നമുക്ക് വരുന്ന ഫീഡ് കൂടിയത് കൊണ്ട് ഒരു പക്ഷേ തോന്നുന്നതായിരിക്കും. കാരണം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ഇപ്പോൾ ഒരു പലസ്തീൻ ഇഷ്യൂ, അത് ഒരു 1940, 1930, 1920 തൊട്ടിട്ടുള്ളത് അതേ ഇഷ്യൂവിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോഴും നടക്കുന്നത്. ഇതിനേക്കാണ് വലിയ അവസ്ഥ പലസ്തീൻ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ റഷ്യ ഇപ്പോൾ യുക്രൈൻ അറ്റാക്ക് ചെയ്തതേ ഉള്ളൂ. അതിന് മുമ്പ് അതിൻ്റെ അവരുടെ നെയ്ബേഴ്സിനെ എല്ലാവരും, സോവിയറ്റ് യൂണിയൻ തന്നെ മൊത്തം ബേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം വന്ന്, അപ്പോൾ അതുകൊണ്ട് ലോകത്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ആ പ്രശ്നങ്ങളെല്ലാം അടുത്ത ദിവസം രാവിലെ മാതൃഭൂമിയോ മനോരമയോ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധർ ചെയ്തിരുന്നത്. പിന്നെ വൈകിട്ട് ഒരു 7 മണി 7:30 ഒന്ന് ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റേഡിയോയിൽ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ എവറി സെക്കൻഡ് എവറി മിനിറ്റിൽ നമ്മൾക്ക് ഇങ്ങനെ ന്യൂസ് ഹെഡ്ലൈൻ വന്നുകൊണ്ടിരിക്കുമ്പം വരുന്ന ഹെഡ്ലൈൻ എല്ലാം ഇത് തന്നെയാകുമ്പം നമ്മളതിലിങ്ങനെ ഇതാണോ ലോകം, ഈ ലോകം മുഴുവൻ അവസാനിക്കുകയാണോ, ഈ അപ്പോകാലിപ്സ് ഒക്കെ വരാനുള്ള സമയമായോ എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ന്യൂക്ലിയർ അറ്റാക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് വേൾഡ് വാറോ അല്ലെങ്കിൽ ഇതുപോലെ സോവിയറ്റിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞത് അങ്ങനത്തെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലോകം പതിയെ പതിയെ സമാധാനത്തിലേക്കാണ്. ചില ബാഡ് ബോയ്സ് ഉണ്ട്, അവരും കൂടി ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരിക്കൽ കണ്ണൂർ ഒരു ആവശ്യമായിട്ട് ഞാൻ പോയ സമയത്ത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് പറയാണ്, ടി വിയിലൊക്കെ കാണിക്കുന്ന കണ്ണൂരിൽ വലിയ പ്രശ്നമാണ്. അതെ, ഞാൻ ചുറ്റും നോക്കിയപ്പം ഒരു പ്രശ്നമില്ല. അതെ, ഇതാണോ ശരിക്കും നടക്കുന്നത്? ഇതിനെക്കാണ് എന്താണെന്നറിയോ, നമ്മൾക്കെപ്പോഴും അവിടെ ഇപ്പോൾ നമ്മൾ ഹിറ്റിൻ്റെ ന്യൂസ് റൂം അറിയാലോ, അപ്പം അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ ഇഷ്യൂ ഒക്കെ നടക്കുമ്പം അവിടെ എല്ലാ ചാനലും SFIക്കാരും KSUം അതുപോലെ തന്നെ ബഹളും ടീം ലാത്തി ചാർജും ഇത് എന്താണ് വാട്ടർ ക്യാനും എല്ലാം ആയിട്ടേ. അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ആയിക്കൊണ്ട് എവിടെയോ 1-2 വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം മാറി എല്ലാവരും ഇവിടെ തന്നെ നോക്കിയിരിക്കും, വാട്ട്സ് ഹാപ്പനിങ് ഇൻ കേരള. അവിടെ മറ്റേ സ്റ്റുഡൻറ് സ്ട്രൈക്ക്, അത് നമ്മളാരും അവിടെ നോക്കുന്നേ ഇല്ല. കാരണം നമുക്കറിയാം ആ സമയം തിരുവനന്തപുരത്താണ് നടക്കുന്നത്, ആ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് സുഖമായിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ സൂം ചെയ്തിട്ടുള്ള വിഷ്വൽസ് നമ്മളിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ ഫോണിലാണെങ്കിലും അല്ലാതെയും വരുന്നുണ്ട്. ആ സമയത്ത് തോന്നുന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 20 years ജേർണിയിൽ നോക്കുമ്പം ഏതാണ്ട് എല്ലാ ദിവസവും ഒരുപോലെയോ അല്ലെങ്കിൽ പണ്ടത്തേനേക്കാൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുറേ അടി കൂടുമ്പോൾ രണ്ടുപേരും ടയേർഡ് ആകുമ്പോൾ, ഇപ്പം റഷ്യ യുക്രൈൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പം അടുത്ത് അവർ പറയും, മതി ഇനിയിപ്പോൾ നമ്മൾ കുറേ എല്ലാം അങ്ങോട്ട് ബോറടിച്ചു നോക്കും അല്ലെ ഇതിന്. കാരണം രണ്ടുപേരും തളർന്നു പോകുമല്ലോ, ആ ഒരു പോയിന്റ് എത്തും, ശരി നമുക്ക് നിർത്താൻ നിർത്തിയിട്ട്. അങ്ങനെയാണല്ലോ എല്ലായിടത്തും പൊതുവെ എല്ലായിടത്തും പ്രശ്നങ്ങൾ കുറേയൊക്കെ സോൾവ് ആയിട്ടില്ല. അങ്ങനെ ആകുമ്പോഴേക്കും ആ പ്രശ്നം അങ്ങനെ തരും. പഴയതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ
അത് മാഗ്നിഫയിങ് ലെൻസ് വെച്ച് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ചും കൂടി ഹാപ്പി എൻഡിങ്ങിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഒരു 20 വർഷം പുറകോട്ട് നോക്കുമ്പോൾ ഇന്ത്യ വിഷനിൽ ഇതേ ന്യൂസ് ടി വിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് മാറി, ഒരു ശബ്ദത്തിൽ മാത്രം മാറി. പിന്നെ അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഫസ്ലുവിന്റെ സ്പെഷ്യലായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം വീഡിയോ വരിക. അപ്പം അങ്ങനെയുള്ളൊരു ട്രാൻസിഷൻ ദുബായിലെ ജീവിതം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഫാമിലി ഇല്ല, ഇവിടെ ഫാമിലി ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു ട്രാൻസിഷനൊക്കെ നോക്കുമ്പോൾ ദുബായ് ലൈഫും നാട്ടിലത്തെ ലൈഫും എങ്ങനെ കമ്പയർ ചെയ്യും? കാരണം കുറേ കാണുന്ന ആൾക്കാർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദുബായിലാണെങ്കിൽ ജീവിതം അങ്ങനെയായിരുന്നു, നാട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അതിൽ സത്യമുണ്ടോ? ഞാൻ അതിന് പെട്ടെന്ന് എനിക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് അന്ന് എൻ്റെ ശമ്പളം 5000 രൂപയാണ്. അത് തന്നെ 3-4 മാസം കൂടുമ്പോഴേ കിട്ടുള്ളൂ. എല്ലാവരോടും വാങ്ങിക്കഴിഞ്ഞാൽ പോലും പെട്രോൾ അടിക്കാനുണ്ടാവില്ല, ഇതുണ്ടാവില്ല. ശമ്പളം കിട്ടിയിട്ട് തരാമെന്ന് പറയും. എല്ലാവർക്കും അറിയാം. എൻ്റെ ലാൻഡ് ലോഡിന് പറയും. എൻ്റെ ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജായിട്ട് റിട്ടയർ ആയിട്ടാണ്. അങ്ങേർക്കും അറിയാം ഞാനൊരു റിട്ട് എഴുതാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ പഠിപ്പിക്കും. അപ്പം ആ സമയത്തും ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ബാക്കിയല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പം നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് KFCൻ്റെ മുന്നിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു ഫുൾ ബക്കറ്റ് വാങ്ങിയിട്ട് കഴിക്കണം എന്ന് ഞാൻ ചിക്കൻ കഴിക്കാറില്ല. ഞാൻ അന്നത്തെ കാര്യം പറയും. കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വാങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ അന്നും ലൈഫ് ഹാപ്പി ആയിരുന്നു. ഇപ്പം നമുക്ക് ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹിക്കുന്ന ഒരു ഫുഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ഡ്രസ്സോ മറ്റെന്തെങ്കിലും ആക്സസറീസ് നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഹാപ്പിനെസ് ആ ഒരു മൊമെന്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഈ വെക്കേഷൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, എന്തൊരു സുഖമല്ലേ. അപ്പോൾ എന്നോട് പിന്നെ മക്കളാണെങ്കിൽ ക്ഷമയുണ്ടായിരുന്നു, നീയല്ലേ പറഞ്ഞത് ദുബായിലെത്തി ഇപ്പോൾ അവിടെയാണ് ഭയങ്കര. ഞാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ അവിടെ ആയിരുന്നു. നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇത് പ്രശ്നം. ഇത് മുഴുവനും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായിട്ടുള്ള ഫെസിലിറ്റീസും സൗകര്യങ്ങളും സേഫ്റ്റിയും. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഇപ്പോൾ എൻ്റെ മോൾ എന്നോട് പറയുകയാണ്, എനിക്കൊന്ന് പോയിട്ട് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, നമ്മൾ തൊട്ടടുത്തുള്ള മോളിലൊന്ന് പൊക്കോട്ടെ എന്ന് പറയും. ഞാൻ പറഞ്ഞു പൊക്കോ, വേണമെങ്കിൽ ഫോൺ എടുത്തോ. ഞാൻ ഫോണൊന്നും എടുക്കില്ല. ഫോൺ പോലും എടുക്കാതെ മിക്കവാറൊക്കെ ഞാൻ പറയും, ഇവിടെ രാവിലെ തൊട്ട് നീ ഇങ്ങനെ ഫോണിൽ അടിക്കാനില്ല, എന്തെങ്കിലും ഒന്ന് വർക്കൗട്ട് സൈക്കിളിനൊക്കെ പോകുന്ന പറയുമ്പോൾ രാത്രി 11 മണിക്കാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെയുള്ള ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. പക്ഷേ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചയായ മനുഷ്യരെ കാണാനും മണ്ണിൽ ചവിട്ടി നടക്കാനും അതൊക്കെ ഇല്ലാതെ ആവുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത്. നാട്ടിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. അവിടെ എത്തുമ്പോൾ ഞാൻ ഇപ്പോഴും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട്, വെള്ളം കോരണ്ട, പൈപ്പുണ്ട് ഇപ്പം, ആ വെള്ളം നേരെ കിണറ്റിൽ നിന്ന് വന്ന് കുളിക്കുന്ന സമയത്ത് തലയിൽ തട്ടുമ്പം ഉള്ള ഒരു സുഖമുണ്ട്. അത് അത്തരം ചില ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് ഇവിടുത്തതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും നാട്ടിൽ കിട്ടുന്നില്ല. ഓരോന്നും അതിൻ്റെ പ്ലസ് ഉണ്ട്. പക്ഷെ അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സുഖം. അതുകൊണ്ട് ഞാൻ ആ ഒരു ജീവിതം ഈ ജീവിതം വെച്ചാൽ അന്ന് വളരെ ഹാപ്പി ആയിരുന്നു. ഇന്ന് മറ്റൊരവസ്ഥയിൽ അതുപോലെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹാപ്പിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊരു കമ്പാരിസണിലൊന്നും ഒരു മോശം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് ഫസ്ലു എന്ന് പറയുന്നത്. അതാണ് ഫസ്ലു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ കേട്ട ശബ്ദം, അതായത് സ്റ്റേ വിത്ത് അസ് എന്ന് അവസാനിക്കുന്ന ആ എൻഡ് ലൈൻ, അത് കേട്ടിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ തുടങ്ങുന്നതായിരിക്കില്ല എന്നാണ്. ARN ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു.